സാറേ, ഹിസ്ബുള്ള ഭീകരരെ പേജറിലൂടെ ആക്രമിച്ച സംഭവം ഉണ്ടല്ലോ, അത് വലിയ വിവാദമായി മാറി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് റിൻസൺ ജോസ് എന്ന് പറയുന്ന മലയാളിക്ക് ഇതിനകത്ത് ബന്ധമുണ്ടെന്നാണ്. പക്ഷേ ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇയാൾ എവിടെയാണെന്നോ എന്താണ് ഇയാൾ ചെയ്തതെന്നോ അതൊന്നും നമുക്ക് പ്രേക്ഷകരുമായിട്ടൊന്ന് മാനന്തവാടിയിൽ അല്ല ഇപ്പോൾ അതറിഞ്ഞു. ഇപ്പോൾ ഇയാൾ മറ്റേ നോർവേയിലോ ബൾഗേറിയയിലോ ഒന്നും അല്ല ഉള്ളത്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഇയാളുള്ളത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ അയാൾ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇസ്രയേലിന് ഇയാളെ പറ്റി അറിവുണ്ടാവുമല്ലോ. അയാളെ അവിടുന്ന് രക്ഷിച്ചെടുക്കേണ്ട ഒരു ചുമതല ഇസ്രയേലിനുണ്ട്. എങ്കിൽ പിന്നെ ഉടനെ അമേരിക്കയിലേക്ക്, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സംരക്ഷണം റിൻസണ് കിട്ടും. അതുകൊണ്ടാണ് ഇദ്ദേഹം അമേരിക്കയിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഇപ്പോഴത്തെ മാധ്യമ കമ്പനി ഉണ്ടല്ലോ, DN മീഡിയ. ആ DN മീഡിയയുടെ CEO അമുന്ദ് ദുജ്വേ, അതായത് DN മീഡിയയിലാണ് ഈ പേജറൊക്കെ വിറ്റതിന് ശേഷം അതിൻ്റെ ആൻറ്റർപ്രീനറായിട്ട് അയാളെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. ഈ DN മീഡിയയിൽ ഇയാൾ ജോയിൻ ചെയ്യുമ്പോൾ DN മീഡിയയിൽ കസ്റ്റമർ കെയറിൻ്റെ ഒക്കെ ഒരു ലീഡായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. DN മീഡിയ അവിടുത്തെ അത്യാവശ്യം റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു മീഡിയ ഹൗസാണത്. അവിടെ ജോലി ചെയ്ത് കഴിയുമ്പോൾ ഈ ഇസ്രയേലിന് ആയുധം വിറ്റതിനെ പറ്റിയൊന്നും ആ മാധ്യമ സ്ഥാപനത്തിന് അറിവില്ല എന്ന് അവർ പറയുന്നുമുണ്ട്. അപ്പോൾ അമുന്ദ് ദുജ്വേ അതിൻ്റെ CEO DN മീഡിയയുടെ CEO പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അദ്ദേഹം US യാത്രയിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ട് കുറേ മണിക്കൂറുകളായി. അങ്ങനെയാണെങ്കിൽ റിൻസൺ ഇപ്പോൾ അമേരിക്കയിൽ നങ്കൂരമിട്ട് കാണും. അതാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പിന്നിലൊരു രക്ഷാദൗത്യം ഇസ്രയേൽ എടുത്തിട്ടുണ്ട് എന്ന് വേണം. എന്തായാലും ഇത് തിരക്കി ഇസ്രയേലിൻ്റെ കൈ വരും, ഈ റിൻസണിലേക്ക് എത്തും എന്നൊക്കെ ഉള്ള അവർക്ക് ഉറപ്പല്ലേ. അപ്പോൾ അതിനു മുമ്പ് സേഫായിട്ട്, കാരണം അവിടെ യൂറോപ്പ് സത്യത്തിൽ ഈ ബൾഗേറിയയും ഹംഗറിയും യൂറോപ്പിലെ രണ്ട് വ്യത്യസ്തമായ രാഷ്ട്രങ്ങളാണ്. കാരണം പഴയ കമ്മ്യൂണിസ്റ്റ് ബന്ധങ്ങളും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ഒക്കെയാണ്. ആ രണ്ട് രാജ്യങ്ങളും ഈ യൂറോപ്പിൻ്റെ പൊതുധാരയിൽ നിന്നും മാറി നിൽക്കുന്ന രാജ്യങ്ങളാണ്. അതായത് ഉപരോധം ഒക്കെ പ്രഖ്യാപിച്ചില്ലേ റഷ്യക്കെതിരെയൊക്കെ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളും, അതുമായിട്ടൊന്നും വലിയ ബന്ധപ്പെടാതെയൊക്കെ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഈ രണ്ട് രാജ്യങ്ങളും 2 മാസത്തിൻ്റെ ഇടയ്ക്ക് ചൈനയുടെ മഹോന്നത നേതാവ് ഷി ജിൻപിങ് അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു ഈ രാജ്യങ്ങളിൽ. ആ സന്ദർശനം നടത്തിയപ്പോൾ ഞാൻ ഒരു വിദേശ പത്രത്തിന് വേണ്ടി ഒരു ലേഖനം എഴുതുകയും ചെയ്തിരുന്നു, അവർ ചോദിച്ചിട്ട്. അപ്പോൾ ആ ബന്ധങ്ങളെ പറ്റിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഈ രണ്ട് രാജ്യങ്ങളും കൂട്ടം തെറ്റി മേയുന്നവർ ആണ് ആ രണ്ട് രാജ്യങ്ങളും. അപ്പോൾ ആ രണ്ട് രാജ്യങ്ങളെയൊക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ എളുപ്പമാണ്. ഹംഗറിയുടെ കഥയൊക്കെ പറയുകയാണെങ്കിൽ കുറേയും കൂടിയൊക്കെ രാഷ്ട്രീയമൊക്കെ പറയേണ്ടി വരും. നോക്കാം ഇതിൽ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ബൾഗേറിയയിൽ ഇയാളുടെ ഈ പഴയ ബന്ധങ്ങളൊന്നും അറിയുന്നതായിട്ട് ഈ CEO പറയുന്നില്ല. ഇപ്പോൾ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനത്തിൽ റിൻസൺ എങ്ങോട്ടാണ് പോയെന്നുള്ള വിവരം അദ്ദേഹം മറ്റേ റോയിട്ടേഴ്സിനൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ നോർവേയിൽ ഒരു ചാരസംഘടനയുണ്ട് PST. ആ PST പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാത്തിനെ പറ്റി അറിവുണ്ട്, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ ബൾഗേറിയയിലെ BTV പറഞ്ഞിട്ടുണ്ട്, ടെലിവിഷൻ ചാനൽ. പിന്നെ ആദ്യം അവർ പറഞ്ഞത് 1.6 മില്യൺ എന്നാണ്. പിന്നെ എന്തോ വ്യത്യാസം അതിൻ്റെ അകത്തുണ്ട്, 3000 എന്നോ മറ്റോ. അത്രയും യൂറോസ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് ഓസ്ലോ വഴി, ത്രൂ ബൾഗേറിയ ഓസ്ലോയിലേക്ക് ഇത്രയും യൂറോയുടെ. അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് ആണല്ലോ അത്. അത് 15 കോടി വരും നമ്മൾ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ 15 മറ്റേ ബൾഗേറിയ വഴി ഹംഗറിയിലേക്ക് ഇത്രയും 15 കോടി രൂപയോളം
കൈമാറിയതിൻ്റെ ബാങ്ക് രേഖകളൊക്കെ ഉള്ളതായിട്ട് അവർ പറയുന്നുണ്ട്. ഈ ഓസ്ലോ മറ്റേ ബൾഗേറിയ അങ്ങനത്തെ കമ്പനിയിലേക്കൊക്കെ അയക്കുന്ന മെയിലുകൾക്കൊന്നും മറുപടിയൊന്നും കിട്ടുന്നില്ല. ഈ ക്രിസ്റ്റീന എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ NBCയോട് സംസാരിച്ചതായിട്ട് കാണുന്നുണ്ട്, ഒരു ചാനലിനോട്. വേറെ ആളുകൾ വിളിക്കുമ്പോഴൊന്നും ഒരു ഫോണൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇടനില നിന്നതേ ഉള്ളൂ എന്ന് ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടെലക്സ് എന്ന് പറഞ്ഞ ആ മാധ്യമം ഈ കുറേ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ചവർ, ആദ്യം ഈ ഹംഗറി ബന്ധമൊക്കെ പറഞ്ഞ മാധ്യമം ഈ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആ ക്രിസ്ത്യാനിയുടെ അഭിഭാഷകൻ വ്ളാഡിമിർ കുസ്മാനോ എന്ന് പറഞ്ഞൊരാൾ ഇറങ്ങി വന്നു ആ കെട്ടിടത്തിൽ നിന്ന്. പക്ഷെ അയാൾ ക്രിസ്ത്യാനിയുടെ വക്കീലാണെന്ന് പറഞ്ഞു. പക്ഷെ ചോദ്യങ്ങൾക്കൊന്നും അയാൾ ഉത്തരം പറയില്ല എന്നുള്ള നിലപാടെടുത്തു. പിന്നെ ഈ റിൻസന്റെ സ്ഥാപനം ഉണ്ടല്ലോ, അവർക്ക് സൈറ്റ് ഉണ്ട്, globalnorta.com എന്ന് പറഞ്ഞിട്ട്. ആ സൈറ്റ് ഇന്നലെ ഡിലീറ്റ് ചെയ്തു, മൊത്തം സൈറ്റ് ഇല്ലാതായി. പക്ഷെ ഞാൻ റിൻസന്റെ ഒരു ചിത്രം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന്. അപ്പോൾ മറ്റേ വ്യാഴാഴ്ച ഡിലീറ്റ് ചെയ്തു. അതിൽ ഇംഗ്ലീഷിൽ, ബൾഗേറിയൻ ഭാഷയിൽ, നൊർവീജിയൻ ഭാഷയിൽ, ഇങ്ങനെ 3 തരം ഭാഷയിൽ കാര്യങ്ങൾ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. റിൻസൺ MBA ചെയ്തത് പോണ്ടിച്ചേരി സർവകലാശാലയിലാണ് 2008-2010. അത് കഴിഞ്ഞ് ഓസ്ലോ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ ഇൻ്റർനാഷണൽ സോഷ്യൽ വെൽഫെയർ ആൻഡ് ഹെൽത്ത് പോളിസി ആ വിഷയത്തിൽ മാസ്റ്റേഴ്സ് ചെയ്തതായിട്ട് അയാളുടെ വിവരങ്ങളിൽ കാണുന്നുണ്ട്. അത് 2012-2015. അപ്പോൾ പോണ്ടിച്ചേരി കഴിഞ്ഞിട്ട് അയാൾ നോർവേയിലേക്ക് പോയി ഓസ്ലോയിൽ പഠിച്ചിട്ടുണ്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയിൽ. ഇപ്പോൾ അയാൾ DN മീഡിയ കോർപ്പറേഷനിൽ കസ്റ്റമർ ലീഡ്, അവരുടെ ഭാഷയിൽ ജേർണി ലീഡ് എന്നൊക്കെയാണ് കാണുന്നത്. കസ്റ്റമർ ജേർണി ലീഡ് നമ്മളിവിടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിൽ അവിടുത്തെ കസ്റ്റമർ കെയറിൻ്റെ ഒക്കെ മേധാവി തലപ്പത്തുള്ളത്. അവിടെ മേധാവി ഒന്നും പൊസിഷനിൽ കാണുന്നില്ല, ലീഡെന്നേ കാണുന്നുള്ളൂ. ഇയാൾ മുമ്പ് ഈ ആമസോണിൽ ചെറിയ ജോലിയിൽ കസ്റ്റമർ റിലേഷൻസിൽ ജോലി ചെയ്തതായിട്ട് അയാളുടെ പ്രൊഫൈലിൽ പറയുന്നുണ്ട്. ആമസോണിൽ എംഫസിസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു സ്ഥാപനമുണ്ട്, എംഫസിസ്. അവിടെ അയാൾ ഓഫീസറായിരുന്നു ഇതിനു മുമ്പ്. ഈ സ്വന്തമായി സംരംഭം, ഈ പേജർ സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് നോർവേ, ഫോണിലൊന്നും ഇയാൾ ആരോടും പ്രതികരിച്ചിരുന്നില്ല. വിദേശ മാധ്യമങ്ങളൊക്കെ വിളിച്ചിട്ടും ബിസിനസ് ഒരു തവണ ഫോൺ എടുത്തു അയാൾ, റോയിട്ടേഴ്സ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ട് ബിസിനസ്സിനെ പറ്റി ചോദിച്ച ഉടനെ അയാൾ ഫോൺ വെച്ചു, ഉത്തരം പറയാതെ, റിൻസൺ എന്നവർ പറയുന്നുണ്ട്. അയാളുടെ ഓഫീസുള്ള സ്ഥലം ചിത്രം ഞാൻ കണ്ടു. അവിടെ 200 കമ്പനികൾ അതേ വിലാസത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വലിയൊരു ബിൽഡിങ്ങിൻ്റെ അകത്ത്. അതുപോലെ തന്നെയാണ് മറ്റേ ഹംഗറിയിലെ സ്ഥാപനത്തിന്റെയും കഥ. മറ്റേ കടലാസിൽ എഴുതി വെച്ചിരിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു. റെസിഡൻഷ്യൽ. ഇത് ഒരേ വിലാസത്തിൽ 200 കമ്പനി സോഫിയയിൽ, മറ്റേ അതിന്റെ തലസ്ഥാനമാണല്ലോ. അതെ. നോർട്ട എന്ന പേരിൽ അവിടെ ഒരു സ്ഥലത്തും ഒരു ബോർഡും ഇല്ല. അങ്ങനെയാണ് ആ സ്ഥാപനം. അപ്പോൾ ഇതൊക്കെ ഈ കടലാസ് കമ്പനികൾ ഇസ്രായേൽ തന്നെ ഉണ്ടാക്കുന്ന കടലാസ് കമ്പനികളാണെന്ന് വളരെ വ്യക്തമാണ്. ഇനി ആ സ്ത്രീയുടെ കഥ, ആ സ്ത്രീയുടെ ചിത്രമോ അവരെ പറ്റിയിട്ടുള്ള വിവരങ്ങളോ ഒന്നും ജെനുവിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മൊസാദിന്റെ ചാരവനിതയാവോ? ആയിരിക്കണമല്ലോ. കാരണം ഒരു ചിത്രം എടുത്ത് വെച്ച് ഈ ഫേസ്ബുക്കിലൊക്കെ ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാവില്ലേ, ആരുടെയെങ്കിലും ഒക്കെ ചിത്രമൊക്കെ എടുത്തു വെച്ചിട്ട്, ചിത്രമൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. എനിക്കതിൽ സംശയം വന്നത് എന്താന്ന് വെച്ചാൽ റിസർച്ച് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു, അത് വളരെ സവിശേഷമായ ഒരു സൈറ്റാണ്. സയന്റിസ്റ്റുകൾ PhD ഒക്കെ എടുത്ത ആളുകളും പ്രധാനപ്പെട്ട പ്രൊഫസർമാരൊക്കെ അല്ലേ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് പേപ്പേഴ്സൊക്കെ എഴുതിയ
അവരൊക്കെ വിവരങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു സ്ഥലമാണത്. ഞാൻ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും അത് നോക്കുകയും ചെയ്യുള്ളൂ. അത് ഞാൻ ഇടയ്ക്ക് പല കാര്യങ്ങളും വരുമ്പോൾ നോക്കുന്നതാണത്. വലിയ പ്രൊഫസർസ് അപ്പോൾ അവര് മുഴുവൻ കരിക്കുലം വിറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഏത് വർഷത്തിൽ എങ്ങനെ ചേർന്നു, എന്നിട്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ മാറിപ്പോയിട്ടുണ്ട്, PhD ഏത് വിഷയത്തിലാണ്, അത് നമുക്ക് എവിടെ വായിക്കാൻ കിട്ടും, ഇങ്ങനെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഈ സ്ത്രീയുടെ റിസർച്ച് ഗേറ്റിൽ ഒരൊറ്റ വരിയേ ഉള്ളൂ. അപ്പൊ തന്നെ സംശയം വരാം അല്ലേ? അത് ഫാക്ച്വലും അല്ല അതിനെപ്പറ്റി. ഇനി നമുക്ക് നോക്കാം. ഈ കമ്പനിയുടെ പേരായിട്ട് ബാക്ക് എന്നാണല്ലോ, BSc ബാക്ക് എന്നാണ് എഴുതി വെച്ചിരുന്നത്. ഇവരുടെ പേരെന്താണ്? ക്രിസ്റ്റീന ബ്രിസ്നി ആക്സിഡാക്കോവോ ക്രിസ്റ്റീന എന്നാണ്. ഇവരുടെ ഈ പേരിൻ്റെ ഷോർട്ട് ഫോം ഇല്ലേ, അതിൽ നിന്നുള്ളതാണ്. 3 ഭാഗമുണ്ടല്ലോ അവരുടെ പേരിന്, അതാണ് BSc എന്ന് പറയുന്നത്. അവിടത്തെ രീതിയിൽ എഴുതുമ്പോൾ ക്രിസ്റ്റീന എന്നുള്ളത് അവസാനമാണ് വരുന്നത്, അതാണ് C ലാസ്റ്റ് വന്നിരിക്കുന്നത്. അതാണ് ആ കമ്പനിയുടെ പേര്, അതാണ് ചെയ്തിരിക്കുന്നത്. അത് ബുഡാപെസ്റ്റിലെ ഒരു ഡ്യൂപ്ലെ മറ്റേ അപ്പാർട്ട്മെൻറ്റ് പോലത്തെ ഒരു സ്ഥലമാണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവരുടെ എന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ജനാലയിലാണ് ടേപ്പ് ഒട്ടിച്ച് പേരെഴുതി വെച്ചിരിക്കുന്നത്. ഇവർ മറ്റേ ആ കമ്പനിക്ക് വേണ്ടി ഇനി ഇവരെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം സംശയാസ്പദം. അവർ ഫിസിസ്റ്റാണെന്നാണ് പറയുന്നത്. പക്ഷെ അവർ പറയുന്നത് കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 118 സംഭവങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പഞ്ചസാര ഉൽപ്പാദനം, എണ്ണ ഉൽപ്പാദനം, ജുവല്ലറി, അതിൻ്റെ റീറ്റെയിൽ ഉൽപ്പന്നം, പരസ്പര ബന്ധമുള്ള കാര്യങ്ങളല്ല ഇത്. ഇങ്ങനെയല്ല ആളുകൾ ബിസിനസ് ചെയ്യുന്നത്. പിന്നെ നാച്ചുറൽ ഗ്യാസ് എക്സ്ട്രാക്ഷൻ അവരുടെ കമ്പനിയുടെ ജോലികളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പേജറിൻ്റെ കാര്യവും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പേജർ ഹംഗറിയിൽ വന്നിട്ടില്ല, അവരുടെ നിന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഒരു മാനേജർ കമ്പനിക്ക് ഉണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില സൈഡിൽ ചിലതിനകത്തൊക്കെ വന്നിരിക്കുന്നത് ഇവർക്ക് വീഡിയോ ഗെയിമും അതുപോലെ തന്നെ ഈ നാച്ചുറൽ ഗ്യാസിൻ്റെ ഒക്കെ റിഫൈൻ ചെയ്യുക, ഇത്തരം അതൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ. കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ രജിസ്ട്രി ഉണ്ട് അവിടെ ഹംഗറിയിൽ. ആ രജിസ്ട്രിയിൽ ഈ കമ്പനി ചെയ്യുന്ന പണിയായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഇതൊക്കെയാണ്. ഇവർ പറയുന്നതാണെങ്കിൽ ഇവരുടെ പ്രൊഫൈലുള്ള ഇവർ ഡോക്ടറേറ്റ് PhD എടുത്തിട്ടുണ്ട്, ഫിസിസ്റ്റ് ആണെന്ന് പറയുന്നത്. ഈ ജോലിയായിട്ടൊന്നും അത് ബന്ധവുമില്ല. ഇടനില നിന്ന വകയിൽ 2022 മെയ്യിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2 കൊല്ലമൊന്നും ആയിട്ടില്ല, 1.5 കൊല്ലം. എന്നിട്ട് ഇതിന് വരുമാനം കിട്ടിയതായിട്ട് $7,20,25,000 കാണിച്ചിട്ടുണ്ട് 2022. 2023 $5,93,000 വരുമാനം, അത്രയും ഡോളർ വരുമാനം കാണിച്ചിട്ടുണ്ട്. AP എന്ന് പറഞ്ഞ വാർത്താ ഏജൻസി ഉണ്ടല്ലോ, അവർ വിളിച്ചപ്പോൾ എടുത്തില്ല. ഫിസിസിസ്റ്റ്, കൺസൾട്ടൻറ്റ്, എൻവയോൺമെൻറ്റൽ കൺസൾട്ടൻറ്റ്, പിന്നെ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ കൺസൾട്ടൻറ്റ്, ഇതൊക്കെ ഫിസിസിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഫിസിസിസ്റ്റ് ഒന്നും ഒരിക്കലും ഇതിലൊന്നും ഇടപെടില്ല, ഒരിക്കലും പൊളിറ്റിക്സ് സംസാരിക്കില്ല. 2022 ഇവർ ഒരു പ്രബന്ധം ഓതർ ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭൂഗർഭ ജലത്തെ പറ്റിയിട്ടുള്ള UNESCO മീറ്റിൽ പങ്കെടുത്തതായിട്ട് പറയുന്നുണ്ട്. എർത്ത് ചൈൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഉള്ളതെന്ന് തന്നെ വലിയ പിടിയില്ല. പക്ഷേ നമ്മൾ എർത്ത് ചൈൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനൊരു ഡയറക്ടറായിട്ട് ആ സൈറ്റിലില്ല. അതാണ് ദുരൂഹമായ കാര്യങ്ങളാണ്. പിന്നെ ഇവർ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയിൽ ജോലി ചെയ്തതായിട്ട് പറയുന്നുണ്ട്. കെയറിൽ സ്ട്രാറ്റജിക് അഡ്വൈസറായിട്ട് ജോലി ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ഈ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയിൽ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് 2008-09 ഈ പേരുള്ള ഒരാൾ 9 മാസം അവിടെ ജോലി ചെയ്തിരുന്നു എന്നാണ്. ഇതൊക്കെ ഞാൻ അങ്ങനെ വിശ്വസിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊസാദിൻ്റെ ധാരാളം ഓപ്പറേഷൻസ് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ദുബായിൽ മുമ്പ് ഹമാസിൻ്റെ പട്ടാള മേധാവിയെ കൊല്ലുമ്പോൾ ഒരു ഹോട്ടൽ മുറിയിൽ ധാരാളം യൂറോപ്യൻ ഫേക്ക് പാസ്പോർട്ടുകളുമായിട്ടാണ് ആളുകൾ വന്നിരുന്നത്. യൂറോപ്യൻ പേരുകളിൽ അപ്പോൾ ഈ പേരിലൊരു ഫേക്ക് ഐഡൻറ്റിറ്റി സംഗതിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊന്നും മൊസാദിന് ബുദ്ധിമുട്ടുള്ളതല്ല. ഇങ്ങനൊരു ചിത്രം വയ്ക്കുക,
ഈ പ്രൊഫൈലിൽ കുറെ കാര്യങ്ങൾ പറയുക, അങ്ങനെ അന്വേഷണം ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് വഴി തിരിച്ചു വിടുക, അതായിരിക്കും. അത് ഇവരെയൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കിട്ടില്ല. അങ്ങനെ 2-3 കൊല്ലം പറയുക പോവും. അപ്പോഴേക്കും ഇവർ എത്തേണ്ടടുത്ത് എത്തിയിട്ടും ഉണ്ടാവും. ഇപ്പോൾ BScയുടെ വെബ്സൈറ്റ് ഇല്ല, ആരും ഫോൺ എടുക്കുന്നില്ല. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ ഇവർ പഠിച്ചതായിട്ട് പറയുന്നുണ്ട്. ഫിസിസിസ്റ്റേ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിച്ചതായിട്ട്. അത് കഴിഞ്ഞ് സ്കൂൾ ഓഫ് ഓറിയന്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിലും പഠിച്ചതായിട്ട് പറയുന്നുണ്ട് ഫിസിസിസ്റ്റ്. പിന്നെ നമ്മൾ ഓർക്കണം, ഇവര് ബുഡാപെസ്റ്റ്, പാരീസ്, ആഫ്രിക്ക ഇവിടെയൊക്കെ സഞ്ചരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലക്സ്, ഹയാലിയാസ് മീഡിയ ഇവരൊക്കെയാണ് നോർത്ത ഗ്ലോബലാണ് സപ്ലൈ ചെയ്തത് എന്നുള്ള കാര്യം കണ്ടെത്തി പറഞ്ഞത്. ബൾഗേറിയയുടെ ആസ്ഥാനം ആണ് സോഫിയ. ഇയാൾ നോർവേജിയൻ പൗരനാണ്, റിൻസൺ. പക്ഷേ ബൾഗേറിയയുടെ തലസ്ഥാനമായ സോഫിയയിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇയാൾ ഉടമസ്ഥനാണെങ്കിലും ഇയാളുടെ രേഖകളിൽ ഒപ്പിട്ടിരിക്കുന്നത് ബാക്കാണ്, മറ്റേ ഹംഗറിയിലെ കമ്പനി. അവരാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നത് ഈ ബാക്ക് എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ഒരു പോഷക കമ്പനി മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വ്യാജ കമ്പനികളാണെന്ന് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രയേൽ ഫ്ലോട്ട് ചെയ്തിട്ടുള്ള കമ്പനികൾ മാത്രമാണ്. ക്രിസ്റ്റീനയ്ക്ക് ഈ മറ്റേ നോർവീജിയൻ റിൻസന്റെ കമ്പനിയായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ കസ്റ്റംസിൽ രേഖകളൊന്നും ഉള്ളതായിട്ട് ഇല്ല എന്ന് ബൾഗേറിയ പറഞ്ഞിട്ടുണ്ട്. ബൾഗേറിയയിൽ കച്ചവടമൊന്നും നടന്നിട്ടില്ല എന്ന്, കസ്റ്റംസ് വഴി ഒന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 4, 2022 ബാക്ക് BS രജിസ്റ്റർ ചെയ്യുന്നത്. അന്ന് 200 ബൾഗേറിയൻ ലെവ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറൻസി 200, അതിനാണ് $114 അത് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. രജിസ്റ്റർ ചെയ്യാൻ അത്രയേ ഉള്ളൂ. സോഫിയയിൽ ഇതേ വിലാസത്തിൽ ഈ പറഞ്ഞ പോലെ 200 കമ്പനിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിൻസൺ അവസാനം ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനത്തിൽ CEO പറഞ്ഞ അപ്ഡേഷനാണ് നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത്. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ്, സുഖമായിരിക്കുന്നു. അപ്പോൾ ഈ റിൻസൺ എന്ന് പറഞ്ഞ ഒരാൾക്കും അതുപോലെ തന്നെ മറ്റേ കമ്പനിയുടെ CEOയ്ക്കൊക്കെ ഈ മൊസാദുമായിട്ടും ഇസ്രയേലുമായിട്ടും ഒരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പല്ല. ഏത് കമ്പനിയുടെ CEO? അതായത് ഈ ക്രിസ്റ്റീന എന്ന് പറയുന്ന, ക്രിസ്റ്റീന എന്ന് പറഞ്ഞ സ്ത്രീയൊക്കെ മൊസാദിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പോൾ ഈ റിൻസൺ പിന്നെ എന്തായിരിക്കും, ഒരു അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു ജോലിക്കാരനെ പോലെ തൻ്റെ പണി ചെയ്തു, അങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ? അങ്ങനെയൊന്നും ആയിരിക്കില്ല, ഒരു ഏജന്റിനെ പോലെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇത് ഒരു മൊസാദ് കമ്പനി തന്നെയാണത്. കടലാസിൽ മാത്രമുള്ളൊരു കമ്പനിയാണ്, ഇവിടുന്ന് കയറ്റി അയച്ചതാണ്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം പറയാം. തായ്വാനിലെ കമ്പനിയില്ലേ അപ്പോളോ, അതെ, ആ കമ്പനിയുടെ ഉടമസ്ഥൻ പറഞ്ഞത് ആദ്യത്തെ ദിവസം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഉടക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പിന്നീട് ഈ ക്രിസ്റ്റീനയുടെ അപ്പോളോ ഗ്ലോബൽ ബ്രാൻഡ് ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്നത്. പിന്നീട് അവർ തമ്മിലുള്ള ബന്ധം തുടർന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഇവർക്ക് വേണ്ടിയിട്ട് അപ്പോളോന്റെ തായ്വാൻ ബാങ്കിലെ അക്കൗണ്ട് ഉണ്ടല്ലോ, ആ അക്കൗണ്ടിലേക്ക് ഇവരുമായിട്ടുള്ള കച്ചവടത്തിൽ പൈസ ട്രാൻസ്ഫർ ചെയ്തത് മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ രാജ്യം പൈസ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ കുറച്ച് ദിവസം ഈ ബാങ്ക് സംശയിച്ചത് പിടിച്ചു വെച്ചിരുന്നു എന്ന് ഈ തായ്വാൻ കമ്പനിക്കാരൻ പറഞ്ഞിരുന്നു. മിഡിൽ ഈസ്റ്റിലെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്രയേലായിരിക്കാനേ വഴിയുള്ളൂ. ബാങ്കിന് സംശയം തോന്നണമെന്നുണ്ടെങ്കിൽ ഇസ്രയേലായിരിക്കും എന്ന് പറഞ്ഞാൽ. ഈ 2 കടലാസ് കമ്പനികൾ ഉണ്ടല്ലോ, ബൾഗേറിയയും ഹംഗറിയും, അവരുടെ ഇടപാടിൻ്റെയൊക്കെ പൈസ കൊടുത്തത് ഇസ്രയേലാണ് തായ്വാനിലെ കമ്പനിയിലേക്ക് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ രാജ്യം വന്നപ്പോൾ ബാങ്കുകാർക്ക് സംശയം തോന്നിയിരുന്നു അല്ലേ? അതായത് യൂറോപ്പിൽ നിന്ന് 2 കമ്പനികൾ കച്ചവടം നടത്തുക തായ്വാനുമായിട്ട്. അവര് പേജർ, ഇവർക്ക് പേജർ ആവശ്യമുണ്ട്, 5000ന്റെ ഓർഡറൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. സംഗതി മുഴുവൻ കൊടുക്കുന്നത് സത്യത്തിൽ ഇസ്രയേലാണ് എന്നുള്ളതാണ് സംഭവം. ഇവർ ഇത്ര ആവശ്യപ്പെടുന്നു ഒക്കെ അറിയാം. ഈ കടലാസ് കമ്പനികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി യൂറോപ്പിൽ 2 കമ്പനികൾ ഇസ്രയേൽ ഫ്ലോട്ട് ചെയ്തു. മൊസാദിന്റെ ഓപ്പറേഷൻ അങ്ങനെയാണ്.
അപ്പോൾ ഇവർ ഈ പിന്നെ നമ്മളിനി മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട, നമ്മൾ പേജറിലേക്ക് മാറണമെന്ന് ഈ ഹമാസ് ഹസൻ നസറുള്ള പറഞ്ഞല്ലോ. ഈ പറഞ്ഞപ്പോൾ തന്നെ ഈ മൊസാദ് അവരുടെ ഓപ്പറേഷൻ ആരംഭിച്ചു എന്നല്ലേ മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് 2 കടലാസ് കമ്പനികൾ തട്ടിക്കൂട്ടുന്നു, ഇനി അടുത്തത് ഇവർ ഇതിലേക്കായിരിക്കും വരുന്നത്. അപ്പം ഭയങ്കര പ്ലാനിങ് അല്ലേ ഒരു. അത് മറ്റേ ആ ഭാഗത്തും മൊസാദ് ഉണ്ടായിരുന്നില്ല. അതായത് ഈ സ്ഫോടകം വെച്ചത് യൂണിറ്റ് 8200. അതെ, അത് പട്ടാളത്തിന്റെ യൂണിറ്റാണ്, അത് മൊസാദല്ല. അതിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നോളജി എക്സ്പെർട്ട് ആണ് അതിൻ്റെ അകത്തുള്ളത്, യുവാക്കളും ഒക്കെ ആയിട്ടുള്ളവർ. സ്ഫോടകം വെച്ചത് അവരാണ്. ഇപ്പൊ നമുക്ക് കാര്യങ്ങൾ ഏതാണ്ട് കൃത്യമായി വരുന്നുണ്ട്. ഈ കമ്പനിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ മൊസാദാണ്. ആളുകളെ, വിദേശികളെ കണ്ടുപിടിക്കുക, ചെയ്യാവുന്ന ആളുകളെ കണ്ടുപിടിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ ഈ റിൻസന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് MBA അങ്ങനെയൊക്കെയാണല്ലോ, MA. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് അവിടെ മൊസാദിന്റെ ആളാന്ന് പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു കമ്പനി കിട്ടില്ലല്ലോ. കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യണം. ഈ ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ കറക്റ്റാ. അപ്പൊ ആ കമ്പനി ഉണ്ടാക്കുന്നതൊക്കെ മൊസാദിന്റെ. പക്ഷെ സ്ഫോടകം വെക്കുന്നില്ലേ 3 ഗ്രാം, അത് ഈ യൂണിറ്റ് 8200 അവരാണ് ചെയ്തത്. സാർ, അപ്പോൾ ഒന്ന് ആലോചിച്ചു. ഇപ്പോൾ ആദ്യം ഇവർ അന്വേഷിച്ച് ചെല്ലുമ്പം ഈ തൈവാനിലേക്ക് ചെല്ലുന്നു, അവിടുന്ന് തൈവാനിൽ നിന്ന് ഹംഗറി പോകുന്നു, അവിടുന്ന് ബൾഗേറിയ പോകുന്നു. അപ്പോൾ ഇങ്ങനെ വഴി തെറ്റിക്കാൻ വേണ്ടി മൊസാദ് എത്ര വലിയ ആസൂത്രണം അതിൻ്റെ പിന്നിൽ ചെയ്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആരും പിടിക്കാനും പറ്റില്ല. മാത്രമല്ല ഈ യൂറോപ്യൻ ആളുകളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഇപ്പൊ തന്നെ ഈ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനോട് ചൂടായിരിക്കുകയാണിത്. ബൾഗേറിയ, ഇങ്ങനത്തെ ബൾഗേറിയയും ഹംഗറിയും ഞാൻ പറഞ്ഞല്ലോ കൂട്ടം തെറ്റി മേയുന്ന 2 രാജ്യങ്ങളാണ്. ബാക്കി പല ആളുകളൊക്കെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് യൂറോപ്പ്. ഈ ഓപ്പറേഷനിൽ ഭാഗഭാക്കായതിന്റെ പേരിൽ മുമ്പും പല ഓപ്പറേഷനിലും ഒരു യൂറോപ്പിൽ നിന്ന് ഈ ആളെ കൊല്ലേണ്ട സ്ഥലത്ത് പാരീസിൽ നിന്നൊക്കെയാണ് ആള് വന്ന് ചാടുക മൊസാദിന് വേണ്ടിയിട്ട്. അല്ലാതെ ടെൽ അവീവിൽ നിന്നൊന്നുമല്ല, ഒന്നൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ സംശയിക്കുമല്ലോ. അപ്പൊ ഇവരുടെ ഏജന്റുമാർ എവിടെയാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ? അതെ. അപ്പൊ എന്തായാലും ഈ റിൻസൺ ജോൺസ് ഇപ്പോൾ അമേരിക്കയിൽ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ടാവുമെന്നാണ് സാറിന്റെ ഈ എക്സ്പ്ലനേഷൻ. അയാൾ ജോലി ചെയ്യുന്ന ആ മാധ്യമ സ്ഥാപനത്തിന്റെ മേധാവി പറയുന്നതാണ്. അതെ, പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു പുതിയ ഇൻഫർമേഷൻ ആണ് അത്. അമേരിക്കയിൽ. അതെ അതെ. അപ്പൊ അമേരിക്കയിൽ അദ്ദേഹം സുരക്ഷിതനായിരിക്കും. ഒരുപക്ഷെ ഇസ്രയേലിന്റെ തന്നെ വലയത്തിൽ. ഇസ്രയേലുമായിട്ട് ലോകത്തിലെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. അപ്പോൾ എന്തായാലും വലിയൊരു ഇൻഫർമേഷൻ ആണിത്. ഇനിയും വരും മണിക്കൂറുകൾ കൂടുതൽ അപ്ഡേഷൻ ഉണ്ടാവും. അപ്പം നമുക്ക് പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.